വല്ലാതെ ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, പഹൽഗാമിൽ ബൈസരൻ വാലിയിൽ 26 പേരെ ടൂറിസ്റ്റുകളെ മതം നോക്കി കൊലപ്പെടുത്തിയ ഭീകരർക്ക് ഒത്താശ ചെയ്ത 2 പേരെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികം, അവിടുത്തെ പ്രാദേശിക സപ്പോർട്ടോടുകൂടിയാണ് ഈ കൂട്ടക്കൊല നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ NIAയുടെ ഒരു വെളിപ്പെടുത്തൽ വല്ലാതെ ഞെട്ടലുണ്ടാക്കിയത്, കാരണം ഈ ഭീകരന്മാർക്ക് വീടൊരുക്കി ഭക്ഷണം കൊടുത്ത് യാത്രാ സൗകര്യം കൊടുത്ത് താമസിപ്പിച്ചതിന് കിട്ടിയ പ്രതിഫലം 5000 രൂപയാണ്. 26 പേരെ കൊല്ലാൻ 5000 രൂപ പ്രതിഫലം വാങ്ങി 2 കാശ്മീരികൾ. അവർ 2 പേരുടെ പേരും കൂടി നമ്മൾ അറിയണം. പർവീസ് അഹമ്മദ് ജോദാർ ഒരാൾ, അടുത്ത ആൾ ബഷീർ അഹമ്മദ് ജോദാർ. ഈ ജോദാർ എന്ന് കേട്ടിട്ട് ഒന്നുകിൽ കുടുംബക്കാരാകാം, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള പേരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗോത്രവും ആകാം. എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ 2 പേരാണ് ഈ ക്രൈം നടത്തുന്നതിന് വേണ്ടി വന്ന ലഷ്കർ ഇ തോയിബയുടെ കക്ഷികൾക്ക് താമസം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, യാത്ര ചെയ്യാനുള്ള വാഹനം കൊടുത്ത്, അവിടെ എങ്ങനെ സഞ്ചരിക്കണം എന്നത് സംബന്ധിച്ച് കൊടുത്തു, അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കൊടുത്തു, ആരൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കൃത്യമായ വിവരം കൊടുത്തത് ഈ 2 പേരാണ്. പക്ഷെ ഞാൻ അതിൽ സംശയിക്കുന്നൊരു കാര്യം, ഈ 2 പേരിൽ മാത്രമായിട്ടത് ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളതാണ്. NIA കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളും അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. ഈ 5000 രൂപ എന്ന് ഇവർ പറഞ്ഞേക്കണാണ്. പക്ഷേ അത് 5000 രൂപ തന്നെ ആയിരിക്കുമോ എന്ന കാര്യവും ഇനിയും കൂടുതലുള്ള അന്വേഷണത്തിൽ കിട്ടേണ്ടതാണ്. പക്ഷേ ഇവർക്ക് 5000 ആയിരിക്കും കിട്ടിയത്. കൂടുതൽ തുക കിട്ടിയ വേറെ ആൾക്കാരുണ്ടാകും. ഇവരെ കൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്യിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്ര ഹീനമായൊരു കൊലപാതകം നടക്കും എന്നുള്ള വിവരം കിട്ടിയിട്ട് അതിന് ഈ സ്വന്തം രാജ്യത്ത് വന്നിരിക്കുന്ന നിരപരാധികളായ മനുഷ്യനെ കൊല്ലാൻ ഒത്താശ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അത് മതമാണ്. അത് ആ മനസ്സുണ്ട്, ആ മനസ്സാണ് അപകടം. അത് മതഭ്രാന്താണ്. അതുകൊണ്ടാണല്ലോ പേര് ചോദിച്ചിട്ട് വസ്ത്രമഴിച്ച് പരിശോധിച്ചിട്ട് വെടിവെച്ച് വന്നത്. അല്ല, ഇത് ഒരു കാര്യം. പിന്നെ ആ സ്ത്രീ, ആ പെൺകുട്ടി പറഞ്ഞ് എന്നെയും കൊല്ലാൻ, ഇല്ല നിന്നെ കൊല്ലുന്നില്ല, നീ ഇത് അനുഭവിക്കാൻ ജീവിച്ചിരിക്കണമെന്ന് ഇത് പറഞ്ഞിട്ട് നീ പോയി മോദിയോട് പോയി പറയാൻ. ഈ അങ്ങനെ പറയുന്നവർക്ക് വേണ്ട ഒത്താശ ചെയ്യുന്നവർ കാശ്മീരിൽ ഇനിയും അവശേഷിച്ചിരിക്കുന്നു എന്നത് അപകടം തന്നെയാണ്. കാശ്മീർ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ധാരാളമുണ്ട്. കേരളത്തിൽ അവരുടെ എണ്ണം വളരെ കൂടുതലുമാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പഹൽഗാം കൂട്ടക്കൊലയുടെ വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ, ഫേസ്ബുക്കിൽ വന്നപ്പോൾ അതിൻ്റെ താഴെ ചിരിക്കുന്ന ഇമോജി ഇട്ട മലയാളികളുണ്ട്, ധാരാളം പേരുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇനി വേണ്ട ഒരു എന്താണ് ഈ മൊല്ലാക്കയല്ല, അതിനേക്കാൾ കൂടിയൊരു കക്ഷി, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ട്. എൻ്റെ വീടിനടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്, അവിടെ നിന്ന് ഞാൻ അതുവഴി പോകുമ്പോൾ കേട്ടത്. നമ്മുടെ ഇവിടെ അദ്ദേഹം പറഞ്ഞു, കണ്ടാ ആകാശം കത്തിക്കൊണ്ടിരിക്കുന്നു, കടല് കത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലാഹു പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രസംഗിക്കുകയാണ് വെള്ളിയാഴ്ച. ഒരു വിമാന അപകടത്തിൽ അത്രയും പേര് കൊല്ലപ്പെട്ട് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അല്ലാഹു നടത്തിയ പ്രതികാരമാണ്, ഭാരതത്തിനെതിരെ അല്ലാഹു നടത്തുന്ന പ്രതികാരമാണ് എന്ന് വിശ്വാസികളോട് പ്രസംഗിക്കാൻ മടിയില്ലാത്ത മനസ്സുള്ളവർ ഇവിടെയുണ്ട്. കേരളത്തിലുണ്ട്, കൊച്ചിയിലുണ്ട്, ചിറ്റൂരുണ്ട്, എറണാകുളം ചിറ്റൂര്. ഞാൻ അന്ന് ഉച്ചയ്ക്ക് ഭാര്യയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോകുകയായിരുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ 1 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവിടെ എത്താൻ വേണ്ടി പോയി. എനിക്ക് ഒരു 15 മിനിറ്റ് മതി വീട്ടിൽ നിന്ന് അവിടെ എത്താനായിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചെറിയ ബ്ലോക്ക് വന്നപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്ന കാര്യം മൈക്കിൽ കൂടി പ്രസംഗിക്കുന്നത് കേട്ടാണ്. എനിക്ക് സമയമാണ്, ഭാര്യയുടെ ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്തേക്കണ കാരണം അവിടെ കൊണ്ടുപോയി കൃത്യം കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇതാരാ പറയണമെന്ന് ഞാൻ ഇറങ്ങി നോക്കിയാനേ. കാരണം ഇങ്ങനെ ഒരു അപകടം പിടിച്ച മനസ്സെന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ അല്ലാഹു ചെയ്യുന്നതാണെന്ന് ഇവർക്ക് ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ ഇവർ സ്വാധീനിച്ചു വച്ചിട്ടുണ്ട്. ഇവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ 30% ഉണ്ടെങ്കിൽ ബാക്കി 70% ഞങ്ങൾ കീഴ്പ്പെടുത്തുമെന്ന്.
അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ ബദർ യുദ്ധത്തിന് പോയല്ലോ, അവരുടെ ഏറ്റവും വലിയ ഇതാണ് ബദർ യുദ്ധ പാട്ടുകളൊക്കെ ഉണ്ട് മാപ്പിള സാഹിത്യത്തിൽ. അത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് എം എൻ കാരശ്ശേരി. അദ്ദേഹം ആ പാട്ടൊക്കെ മഹത്തായ സാഹിത്യകൃതികളാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും, എനിക്കതിൻ്റെ സാഹിത്യത്തെ മൂല്യത്തെക്കുറിച്ച് അദ്ദേഹം അതിന് കോമ്പീറ്റൻ്റ് ആണ്, ഞാനതിന് കോമ്പീറ്റൻ്റ് അല്ല. അപ്പോൾ എന്തായാലും ഈ ബദർ യുദ്ധത്തിൽ പോയപ്പോൾ ഖുറൈശികൾ 1000 പേരും ഇവർ 313 പേരുമാണ് ഉണ്ടായിരുന്നത്. അതാണ് 30ൻ്റെ കണക്ക്. അതാണ് ഈ 30% കണക്ക് പറയുന്നത്. അവിടെയാണ് അത് കിടക്കുന്നത്. അപ്പോൾ അല്ലാഹു ഇവരെ സഹായിച്ചിട്ട് മറ്റവരെ ശരിപ്പെടുത്തി എന്നാണ് പറയണം. ഈ 313 പേരെ കൊണ്ട് 1000 പേരെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു കൂട്ടുനിന്നു എന്നാണ് പറയണം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 30 ആകാൻ പോകുന്നു, 30 ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ. അപ്പോൾ ആ 30 വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭരിക്കും എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് ഇതാണ്. ബാക്കിയുള്ളവനെ തീർത്ത് കളയും. ബാക്കിയുള്ളവനെ തീർത്ത് കളയും. പിന്നെ ഞങ്ങൾ 30. അല്ല, ഈ 30 ആയിക്കഴിഞ്ഞാൽ അല്ലാഹു പറയും ബാക്കിയുള്ളവനെ തീർക്കാൻ പറയാം, ഞാൻ കൂടെ ഉണ്ടാന്ന് പറയണം. എന്തൊരു അവസ്ഥയാണ് ഇതെന്ന് ആലോചിച്ച് നോക്കി. ഇത് പിന്നെ ലോകത്തെവിടെ തീവ്രവാദി പ്രവർത്തനം ഉണ്ടോ അവിടെ എല്ലാം മലയാളികൾ വരുന്നുണ്ട്. ഉണ്ട്. കണ്ണൂരിൽ നിന്നും മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും എല്ലാം ധാരാളം പേര് പോകുന്നുണ്ട്. അല്ല, നമ്മൾ ഈ കാശ്മീർ പഹൽഗാം ആക്രമണം കഴിഞ്ഞതിന് അടുത്ത ദിവസങ്ങളിലൂടെ ഒരു മലയാളിയെ കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അവൻ എങ്ങനെ അവിടെ എത്തിയെന്ന് അറിയില്ല. മലയാളി അത് വാർത്തകളായിരുന്നു. അവരുടെ പേര് ഞാൻ മറന്നുപോയി. കാസർഗോഡ് ഭാഗത്തുള്ള ഒരാൾ, അവൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ, സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണ് എന്ന് പറഞ്ഞു പോയ ആള് ഡെഡ് ബോഡി ഈ പഹൽഗാം കൂട്ടക്കൊല കഴിഞ്ഞതിന്റെ ഒരാഴ്ചക്കുള്ളിൽ കാട്ടിൽ നിന്ന് കിട്ടി. ഡിക്കേഡായിട്ട് ചീഞ്ഞളിഞ്ഞ നിലയിൽ. ഇത് ഇങ്ങനെ ഇതിന് പോവുകയും അതിന് വേണ്ട ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളായിപ്പോയി ഇവിടെ. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ 2 പേർക്കാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വിജയം കിട്ടിയിരിക്കുന്നത്. ഒന്ന് തീർച്ചയായിട്ടും അൻവറിന്. കാരണം അൻവർ വെറുതെ പറഞ്ഞിരുന്നതല്ല, അൻവറിൻ്റെ കൂടെ ഒറ്റക്ക് നിന്നാലും 20,000 പേര് അൻവറിൻ്റെ കൂടെ ആ നിയോജക മണ്ഡലത്തിൽ നിൽക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാണ്. ഒരു പക്ഷേ ഇനി അത് അതിനൊക്കെ കൂടിയേക്കാം, കുറയാൻ സാധ്യതയില്ല. അപ്പോൾ അൻവറിന് അവിടെ 2 ഏത് കക്ഷി ജയിക്കണമെന്ന് തീരുമാനിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയും എന്നും കൂടി അവർ തെളിയിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൂടി മത്സരിച്ച ഷൗക്കത്ത് ജയിക്കുന്നത്. അപ്പം ജയം എന്ന് പറഞ്ഞാൽ ഈ 2 പേർക്ക് അവകാശപ്പെട്ടതാണ്. തോൽവി ഒരുപാട് പേർക്കുണ്ട്. അതെ അതെ. പക്ഷെ അതിനകത്ത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിപ്പോയത് കോൺഗ്രസ് ആണ്. ജയിച്ച സ്ഥാനാർത്ഥി കോൺഗ്രസ് ആണെങ്കിലും ആ സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് തീരുമാനിച്ചത് മുസ്ലിം ലീഗ്. ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയിരിക്കുന്ന ഇദ്ദേഹം ജയിച്ചേ പറ്റൂ, ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്ന് തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമി. തോറ്റത് ആരും പേരും തോറ്റോട്ടെ, തോറ്റതിനേക്കാൾ എല്ലാം ഉപരി ജമാഅത്തെ ഇസ്ലാമി കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായൊരു സ്ഥാനത്തെത്തി എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പോട് കൂടിയാണ് നിലമ്പൂരിലേത്. നമുക്കത് പ്രത്യേകമായി സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഇവരെ സഹായിക്കുന്ന ഈ ഉറങ്ങിക്കിടക്കുന്ന സെല്ലുകളില്ലേ, പർവീസുമാരുടെയും ബഷീറുമാരെയും പോലെയുള്ള സെല്ലുകൾ അത് കേരളത്തിൽ ധാരാളമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി നിരന്തരം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ കുറ്റവാളികളെ പിടിച്ചില്ല എന്നൊക്കെ. എനിക്ക് സംഘത്തിലെ ഒരുത്തനെ വെടിവെച്ച് കൊണ്ടിരുന്നു സൈന്യം. അല്ല, അത് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വല്ല വൈഷമ്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു ദേശീയ ബോധത്തിൽ നിൽക്കുന്ന ഒരു കക്ഷി എന്നാണല്ലോ കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു കക്ഷിക്ക് ഇന്ത്യൻ ദേശീയതയിൽ അഭിമാനം കൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്നൊരു കക്ഷിക്ക് എങ്ങനെയാണ് പാകിസ്ഥാന് വേണ്ടി വാദിക്കുകയും പാകിസ്ഥാനാണ് യഥാർത്ഥ രാജ്യം എന്ന് പറയുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അല്ല, വളരെ സിമ്പിളാണ്. രാഹുൽ പറഞ്ഞില്ലേ, നമ്മളിനി പൊരുതേണ്ടത് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ്, അപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ. ഞാൻ സംശയിക്കുന്ന കാര്യം, ഈ ഇന്ത്യൻ ഭരണകൂടത്തിന് എതിരെ എന്ന് വെച്ചാൽ ഉടുക്കാൻ കിട്ടിയില്ലെങ്കിൽ വലിച്ചു കീറുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതെ അതെ.
എനിക്ക് കൊടുക്കാൻ കിട്ടിയില്ലെങ്കിൽ വലിച്ചു കീറും. പഴയ കാമുകൻ്റെ മനസ്ഥിതിയാണ്. നിന്നെയും കൊല്ലും അവനെയും കൊല്ലും ഞാനും ചാകും എന്ന് പറയുന്ന മനസ്സാണിത്. ആ നിന്നെയും കൊല്ലും അവനെയും കൊല്ലും ഞാനും ചാകും എന്നാണ്. എനിക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാൻ വന്ന് മുടിക്കും, പാകിസ്ഥാൻ വന്ന് മുടിയട്ടെ ഈ രാജ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. എന്ത് ചെയ്യാൻ പറ്റും? തലക്ക് വെളിവില്ല. വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ ഇവിടെ ഇവർ ഇപ്പോൾ വിജയമൊക്കെ ആഘോഷിക്കുകയാണ്. ഈ വിജയം ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിജയം ആഘോഷിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതെ അതെ, അവരുടെ വിജയമാണ്. ആ വിജയം ഞാൻ ഒന്നും കൂടി പറയുന്നു, ആ വിജയം മുസ്ലിം ലീഗിന് കൂടി എതിരാണ് എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അതെ അതെ. കാരണം ഈ തീവ്രവാദ സംഘങ്ങൾക്കെതിരെ കാര്യമായ ചെറുത്തുനിൽപ്പോ പ്രതിഷേധമോ മുസ്ലിം സമൂഹത്തിൽ നിന്നും സംഘടനകളിൽ നിന്നും വരുന്നില്ല എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. അതിനൊരു പരിഹാരം ഉണ്ടാവുക തന്നെ വേണം. കാരണം ഇവരാരാ എതിർക്കുന്നത്? ഇവരാരെതിർക്കുന്നു? പിന്നെ ഇസ്ലാമിനെ ആണെങ്കിൽ വിശ്വസിക്കാനൊരു ചെറിയ പ്രയാസമുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-കണക്കിന് യുദ്ധം നടത്തിയിട്ടുള്ളൊരു മതമാണത്. അതെ അതെ, യുദ്ധങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തമ്മിലടിക്കും. 62 യുദ്ധം പ്രവാചകൻ നടത്തി. ഖുറൈശികളെ കൊള്ളയടിച്ചതും പ്രവാചകനാണ്. കൊള്ളയടിച്ചു. ഈ ഖുറൈശികൾ വർത്തക സംഘമായിരുന്നു, കച്ചവടക്കാർ. അവർ ഇന്ത്യയിലും പല പ്രദേശങ്ങളിലുമൊക്കെ വന്ന് കച്ചവടം നടത്തി പണവുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഈ ഒട്ടകക്കൂട്ടങ്ങളുടെ പുറത്താണല്ലോ അവർ പോകുന്നത്. ആ ഇതിൽ പോകുന്ന സമയത്ത് പതിയിരുന്ന് ആക്രമിച്ച് കൊള്ളയടിച്ചുണ്ടാക്കിയ പണം കൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പ്രവാചകൻ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ജീവചരിത്രത്തിലുള്ള കാര്യം കൂടിയാണ് ഈ പറയണത്, അല്ല ചരിത്രമാണ് ഈ പറയുന്നത്. ആരും പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവർ തന്നെ എഴുതി വച്ചേക്കണതല്ലേ. മറ്റേ ലൈഫ് ഓഫ് പ്രോഫറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നൂപുർ ശർമ്മ ഒരു ചരിത്രം പറഞ്ഞതിൻ്റെ പേരിലാണ് രാജ്യത്ത് വലിയ കലാപം ഉണ്ടായത്. ഏത് ചരിത്രം? ചാനൽ ചർച്ചയെ പറഞ്ഞ ചരിത്രം അല്ല, ഇത് എന്ന് പറഞ്ഞാൽ ഇത് എഴുതി വെച്ചേക്കണം. അവർ തന്നെ എഴുതി വെച്ച ഹൈക്കിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കല്ലേ. ഞാൻ വായിച്ചിട്ടുണ്ട് ആ പുസ്തകം, ലൈഫ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്. അദ്ദേഹം മഹാനല്ലെന്നല്ല, ആ മഹത്വത്തിൻ്റെ കൂടി ഇതുകൂടി ഉണ്ടെന്നേ പറയുന്നതിനുള്ളൂ. അതും കൂടി ചേരുന്നതാണ് അദ്ദേഹത്തിന്. എന്താണ് പഴയൊരു മലയാള വാക്കില്ലേ, പരഭാഗ ശോഭ എന്താ ശോഭയെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എനിക്കിതുവരെ പറയുമ്പോൾ എല്ലാം പറയണം. അതെ, അത്രയേ ഉള്ളൂ. അതാണല്ലേ. പറയുമ്പോൾ ഇതും കൂടി പറയണ്ടേ. അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മതത്തിൻ്റെ പ്രതിനിധികൾ അക്രമത്തെ എതിർക്കാതെ മൗനമായ സമ്മതം നൽകി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ദയനീയമായ അവസ്ഥ കാശ്മീരിൽ മാത്രമല്ല കേരളത്തിലും ഉണ്ട്, ചിറ്റൂരും ഉണ്ട്. ചിറ്റൂർ ഞാൻ കേട്ടിട്ട് അമ്പരന്ന് പോയി. അല്ല, ഈ ചിറ്റൂരെ അനുഭവങ്ങൾ കേരളത്തിലെ എല്ലാ പ്രദേശത്തും ഉണ്ട്. ആളുകൾക്ക് പക്ഷേ അത് കേട്ടാൽ പോലും പറയാൻ ആളുകൾക്ക് ഭയമാണ്. കാരണം മതേതരത്വം തകർന്നു പോകും. അല്ല, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഒരു വിഭാഗത്തിൻ്റെ എല്ലാ ധിക്കാരങ്ങൾക്കും ചെറ്റത്തരങ്ങൾക്കും അക്രമത്തിനും അഴിമതിക്കും കൊള്ളരുതായ്മക്കും കൂട്ടുനിന്നാൽ മാത്രമേ മതേതരത്വം പുലരൂ എന്നുണ്ടെങ്കിൽ ആ മതേതരത്വം വേണ്ട എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.